വാർത്താ ചാനലുകളുടെ ന്യൂസ് കാർഡുകൾ നീക്കം ചെയ്യാൻ മെറ്റയോട് ആവശ്യപ്പെടുകയോ വിശദീകരണം തേടുകയോ ചെയ്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാന പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തിയ ഗവർണറുടെ നടപടിയിൽ അതൃപ്തി രേഖപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം MDMA കേസിലെ പ്രതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറി. സമൂഹമാധ്യമങ്ങളിൽ നിന്നും സർക്കാരിനെ വിമർശിക്കുന്ന വാർത്തകൾ നീക്കം ചെയ്തതിൽ യാതൊരു പങ്കുമില്ലെന്ന് വിശദീകരിക്കുകയാണ് വീണ്ടും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇക്കാര്യത്തിൽ യാതൊരുവിധ നിർദ്ദേശവും മെറ്റയ്ക്ക് നൽകിയിട്ടില്ല. മാത്രമല്ല, വാർത്തകൾ നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് മെറ്റയോട് വിശദീകരണം തേടുകയോ അവർ വിശദീകരണം നൽകുകയോ ചെയ്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒരു തരത്തിലും ഒരു പോസ്റ്റിങ്ങും നീക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പറയുന്ന പോസ്റ്റിംഗ് നീക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ മെറ്റയോട് ആവശ്യപ്പെട്ടിട്ടില്ല. സംസ്ഥാന പോലീസ് മേധാവി DGP റവാഡ ചന്ദ്രശേഖരനെ വിളിച്ചു വരുത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേക്കറുടെ നിലപാട് ശരിയല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇക്കാര്യം നേരത്തെയും UDF വ്യക്തമാക്കിയിട്ടുണ്ട്. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തും ചീഫ് സെക്രട്ടറിയെയും DGPയും ഗവർണർ വിളിച്ചു വരുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. എന്നാൽ അക്കാലത്ത് ഉദ്യോഗസ്ഥർ പോയിട്ടില്ലെന്നും ഗവർണറുടെ നടപടിയിലെ അതൃപ്തി പിണറായി സർക്കാർ അറിയിച്ചിട്ടുണ്ടെന്നുമുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി വ്യക്തമായി മറുപടി നൽകിയില്ല. ഞങ്ങൾ തന്നെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിശക്തമായ നിലപാട് ഞങ്ങൾ പണ്ട് മുതലേ അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വിളിക്കുന്നത് ശരിയല്ല. ത്രൂ ഗവൺമെൻറ്റാണ് ഒരു ഉദ്യോഗസ്ഥനെ ഗവർണർ വിളിക്കേണ്ടതെന്നുള്ള നിലപാട് UDF നിലപാടാണ്. ആ നിലപാട് വളരെ കൃത്യമാണ്. അതേസമയം MDMA കേസ് പ്രതികളുമായുള്ള ബന്ധത്തിൽ ഒളിച്ചുകളി തുടരുകയാണ് മുഖ്യമന്ത്രി. നവകേരള യാത്രയിലെ പോലീസ് നടപടിക്ക് മുമ്പ് തന്നെ പ്രതികളുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ഫോട്ടോകളെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: ഉണ്ടാവുന്ന ഇഷ്ടംപോലെ ആളുകൾ നമ്മളെ വന്ന് കണ്ടു കാണുന്നേ, അതിനെന്താ കുഴപ്പം? ഞാൻ അയാളെ പരിചയപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത്. എന്നെ വന്ന് കണ്ട് ഇഷ്ടംപോലെ ആളുകൾ ഫോട്ടോ എടുത്തതാണ്. അതൊക്കെ അന്ന് പറഞ്ഞ് തീർത്ത വിഷയങ്ങളാണ്. സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുമെന്നും ഓണക്കിറ്റ് വിതരണത്തിൽ തടസ്സങ്ങളൊന്നുമില്ലെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.